ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിബ്ലിറ്റ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയ ഗീതം തുടങ്ങിയവയെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളാണ്. നമ്മളുടെ പ്രിലിമിനറി പരീക്ഷയിലെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പോർഷനാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ദേശീയ പതാക, ഇന്ത്യയുടെ ദേശീയ പതാക നമുക്കറിയാം. ദേശീയ പതാകയെ അല്ലെ ത്രിവർണ പതാക എന്നറിയപ്പെടുന്നു. ദേശീയ പതാക ത്രിവർണ പതാക. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക. ഓക്കെ. ഭരണഘടനാ നിർമ്മാണ സഭ ത്രിവർണ പതാകയെ ദേശീയ പതാകയായി അംഗീകരിച്ചത് 1947 ജൂലൈ 1947 ജൂലൈ 22-നാണ്. അപ്പൊ 1947 ജൂലൈ 22-നാണ് എന്ത് ത്രിവർണ പതാക എന്ത് ചെയ്തത്? ഭരണഘടനാ നിർമ്മാണ സഭ ത്രിവർണ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. ഓക്കെ. ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ് എന്ത് ചെയ്തത്? ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്തത്. പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്യുമ്പോൾ ത്രിവർണ പതാകയുടെ മധ്യത്തിലെ ചിഹ്നം ചർക്കയായിരുന്നു. ഓർത്തിരിക്കുക, ചർക്ക. മധ്യചിഹ്നം ചർക്കയായിരുന്നു. ചർക്ക ത്രിവർണ പതാകയിൽ ഉൾപ്പെടുത്തുവാൻ നിർദ്ദേശിച്ചത് ഗാന്ധിജിയാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് വിശദമായിട്ട് പറയാം. ഓർത്തിരിക്കുക. അപ്പൊ പിംഗലി വെങ്കയ്യയാണ് എന്ത് ചെയ്തത്? ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്തത്. അപ്പോൾ മധ്യത്തിൽ ഉണ്ടായിരുന്നത് ചർക്കയായിരുന്നു. അത് ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച വ്യക്തി ഗാന്ധിജി ആയിരുന്നു. ത്രിവർണ പതാകയുടെ നിറങ്ങൾ: മുകളിൽ സാഫ്രോൺ, കുങ്കുമം, നടുവിൽ വെള്ള, താഴെ പച്ച. അശോക ചക്രത്തിന്റെ നിറം നാവിക നീല, നേവി ബ്ലൂ, നാവിക നീല. ഇനി ഓരോന്നും എന്തിനെയാണ്, എന്താ അർത്ഥമാണ് ഉൾക്കൊണ്ടിട്ടുള്ളതെന്ന് നോക്കാം. കുങ്കുമ നിറം ത്യാഗത്തെയും ധീരതയും കാണിക്കുന്നു. കുങ്കുമ നിറം ത്യാഗവും ധീരതയുമാണ് കാണിക്കുന്നത്. വെള്ള സമാധാനം, സത്യം, പരിശുദ്ധി. സമാധാനം, സത്യം, പരിശുദ്ധിയെ കാണിക്കുന്നതാണ് വെള്ള. പച്ച എന്തിനെ കാണിക്കുന്നു? പച്ച സമ്പൽ സമൃദ്ധിയെ കാണിക്കുന്നു. ഫലഭൂയിഷ്ഠതയെ കാണിക്കുന്നു. ഓക്കെ. ഇനി അശോക ചക്രത്തിന്റെ നിറം നാവിക നീലയാണ്. അതിലെ ആരക്കാലുകളുടെ എണ്ണം 24 ഇങ്ങനെയുള്ള കാലുകൾ കേട്ടോ, അതാണ് ആരക്കാലുകൾ. അതിന്റെ എണ്ണം 24. ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ ഓരോന്നും എണ്ണിക്കഴിയുമ്പോൾ 24 ആരക്കാലുകൾ നമുക്ക് ലഭിക്കും. അത് രാഷ്ട്രത്തിന്റെ പുരോഗതിയെ സൂചിപ്പിക്കുന്നു. രാഷ്ട്ര പുരോഗതിയെ സൂചിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? അശോക ചക്രം നാവിക നീലയാണ് നിറം. അശോക ചക്രം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ധർമ്മചക്രം. എന്താ അറിയപ്പെടുന്നത്? ധർമ്മചക്രം എന്നും അശോക ചക്രം അറിയപ്പെടുന്നുണ്ട്. ഓക്കെ. അത് എടുത്തിട്ടുള്ളത് സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് നമ്മൾ എന്ത് എടുത്തിട്ടുള്ളത്? അശോക ചക്രം എടുത്തിട്ടുള്ളത്. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് നമ്മൾ എന്തെടുത്തിട്ടുള്ളത്? അശോക ചക്രം എടുത്തിട്ടുള്ളത്. അപ്പൊ നോക്കിയേ, പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത ത്രിവർണ പതാകയുടെ മധ്യത്തിൽ ചർക്കയായിരുന്നു എങ്കിൽ 1947 ജൂലൈ 22-ന് നിലവിൽ വന്ന പതാകയുടെ മധ്യത്തിൽ അശോക ചക്രമായിരുന്നു. ഈ അശോക ചക്രം ഇന്ത്യൻ പതാകയിലേക്ക് ഉൾപ്പെടുത്തുക എന്ന ആശയം കൊണ്ടുവന്ന വ്യക്തിയാണ് സുരയ്യ തിയാബ്ജി. ആരാണ്? സുരയ്യ തിയാബ്ജി ആണ് എന്ത് ചെയ്തത്? നമ്മുടെ ത്രിവർണ പതാകയുടെ മധ്യത്തിൽ ചർക്കയ്ക്ക് പകരം എന്തിനെ കൊണ്ടുവന്നത്?
അശോക ചക്രത്തെ കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ സുരയ്യ തിയാബ്ജി. ഓക്കെ, ഇനി നോക്കിക്കേ, പിംഗലി വെങ്കയ്യ ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്യുമ്പോൾ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ചർക്ക ഉൾപ്പെടുത്തി കേട്ടോ. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന രണ്ട് നിറങ്ങളാണ്, പച്ചയും ചുവപ്പും. പച്ച ഇസ്ലാം സമുദായത്തെയും ചുവപ്പ് ഹിന്ദു സമുദായത്തെയും സൂചിപ്പിച്ചിരുന്നു. അപ്പോഴാണ് ഗാന്ധിജി മറ്റ് സമുദായങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പുള്ളി എന്തുകൂടി ആഡ് ചെയ്തു? വെള്ള കൂടി ആഡ് ചെയ്തു. എന്നിട്ട് ഗാന്ധി പറഞ്ഞു എന്തുകൂടി ആഡ് ചെയ്യണം? ചർക്ക കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞു കേട്ടാ. അങ്ങനെയാണ് ചർക്ക കൂടി അതിലേക്ക് വരുന്നത്. കിട്ടി? ഇന്ത്യൻ സ്വദേശി പ്രസ്ഥാനത്തിന്റെ അതുപോലെ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഒക്കെ എന്താ പറയുക സിമ്പൽ ആയിരുന്നു എന്തെന്ന് പറയുന്നത്? ചർക്ക എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് എന്ത് ചെയ്തു? ഈ പതാക എന്ത് ചെയ്തു? ഈ പതാകയിൽ നിന്ന് എന്തിനെ മാറ്റി? അതെ, ഈ ചർക്കയെ മാറ്റിയിട്ട് അവിടെ എന്തു വന്നു? അശോക ചക്രം വന്നു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി 1947 ജൂലൈ 22 നാഷണൽ ഫ്ലാഗ് അംഗീകരിക്കുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി തീരുമാനിച്ചത് ഇന്ത്യയിലെ പതാകകളെ മതപരമായി വ്യാഖ്യാനിക്കേണ്ട. നിങ്ങൾ എന്താണ് ഇത് ഓരോന്നും ഓരോ മതത്തെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നതൊന്നും വ്യാഖ്യാനിക്കേണ്ട. അതിന് നമ്മൾ ഇന്ന് കാണുന്ന വ്യാഖ്യാനം കൊണ്ടുവന്ന വ്യക്തി ഏത്? ത്യാഗം, ധീരത, സമാധാനം, സത്യം, പരിശുദ്ധി, സമ്പൽ സമൃദ്ധി, ഫലഭൂഷ്ടി തുടങ്ങിയ ഓരോ നിറങ്ങളുടെയും അർത്ഥത്തെ വ്യാഖ്യാനിച്ച, ഇവിടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ വ്യാഖ്യാനിച്ച വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സർവേപ്പള്ളി രാധാകൃഷ്ണൻ. അപ്പൊ നോക്കിയേ, ഈ വ്യാഖ്യാനം എന്തിനു കൊണ്ടുവന്നത്? ദേശീയ പതാകയിലെ നിറങ്ങളെ സംബന്ധിച്ച എന്തുകൊണ്ടുവന്ന അർത്ഥതലങ്ങളെ വിശദീകരിച്ച, എവിടെ വിശദീകരിച്ച? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ വിശദീകരിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. എസ് രാധാകൃഷ്ണൻ, ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇങ്ങനെ ഒരു വ്യാഖ്യാനം എന്തിലേക്ക് കൊണ്ടുവന്നത്? നമ്മുടെ ഫ്ലാഗിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയില് അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്, ദേശീയ പതാകയെ സംബന്ധിക്കുന്ന കമ്മിറ്റി, അഡ്ഹോക് കമ്മിറ്റി, ഞാൻ എഴുതാം, അഡ്ഹോക് കമ്മിറ്റി, അഡ്ഹോക് കമ്മിറ്റി, അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്, ഓൺ നാഷണൽ ഫ്ലാഗ്. ഓക്കെ, അപ്പൊ അഡ്ഹോക് കമ്മിറ്റി ഓഫ് ഓൺ നാഷണൽ ഫ്ലാഗിന്റെ ചെയർമാനായിട്ടിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, അപ്പൊ അത് രണ്ടും ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓക്കെ, അഡ്ഹോക് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് പറഞ്ഞു. അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നത് 1947 ജൂൺ 23. 1947 ജൂൺ 23 അഡ്ഹോക് കമ്മിറ്റി എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. അടുത്ത് നമുക്കിനി പറയാനുള്ളത് ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്, ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 2002 റിപ്പബ്ലിക് ഡേക്കാണ്. 2002 റിപ്പബ്ലിക് ഡേ ജനുവരി 26 ഫ്ലാഗ് കോഡ് ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. ഈ ഫ്ലാഗ് കോഡ് നിലവിൽ വരാൻ കാരണക്കാരനായ ഒരു വ്യക്തിയുണ്ട്, നവീൻ ജിണ്ടാൽ. ആരാണ്? നവീൻ ജിണ്ടാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഫ്ലാഗ് കോഡ് നിലവിൽ വരാൻ കാരണക്കാരനായ വ്യക്തി എന്ന് പറയുന്നത്. കാരണം പുള്ളി ഈ 2002 ജനുവരി 26 ഫ്ലാഗ് കോഡ് നിലവിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ചില പ്രത്യേക ദിവസങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ സ്വാതന്ത്ര്യ ദിനം, റിപ്പബ്ലിക് ദിനം, അങ്ങനെയുള്ള ചില ദിനങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ, ബാക്കിയുള്ള ദിവസങ്ങളിൽ പതാക ഉപയോഗിക്കുവാൻ എന്ന് പറഞ്ഞാൽ പതാക ഉയർത്തുവാനൊന്നും എന്തില്ലായിരുന്നു? അവകാശമില്ലായിരുന്നു. അപ്പോഴാണ് നവീൻ ജിണ്ടാൽ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തില് വ്യവസായ സമുച്ചയത്തിന്റെ മുകളിൽ എന്തുയർത്തി? നമ്മുടെ ദേശീയ പതാക ഉയർത്തി. അതിനെതിരെ കേസ് വന്നു. അപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ആ കേസിന് പോയപ്പോ പറഞ്ഞതാണ് എന്താണ്? ഇന്ത്യൻ പൗരന് ഉചിതമായ സ്ഥാനത്ത് ദേശസ്നേഹത്തെ പ്രകടിപ്പിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യാം? പതാക ഉയർത്തുവാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എന്ത് ചെയ്തത്? ഫ്ലാഗ് കോഡിനെ പറ്റി ഒന്ന് റീതിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചു, ഫ്ലാഗ് കോഡ് കമ്മിറ്റി. ഫ്ലാഗ് കോഡ് കമ്മിറ്റി അതിന്റെ അധ്യക്ഷനായിരുന്നു PD ഷെണോയ്. PD ഷെണോയ്. ഫ്ലാഗ് കോഡ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ PD ഷെണോയ്. ഉണ്ടോ? അപ്പോ
ഫ്ലാഗ് കോഡ് നിലവിൽ വരാൻ കാരണക്കാരനായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? നവീൻ ജിണ്ടാൽ. നവീൻ ജിണ്ടാൽ സ്ഥാപിച്ച സംഘടനയാണ് ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ. ഏതാണ്? ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നവീൻ ജിണ്ടാൽ. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, ഫ്ലാഗ് കോഡ് നിലവിൽ വന്നതെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് പഠിച്ചു വെക്കുക. ഈ രണ്ട് വ്യക്തികളെ കൂടി ഒന്ന് ഓർത്ത് വെച്ചോളുക. PD ഷെനോയും അതുപോലെ തന്നെ നവീൻ ജിണ്ടാൽ ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തിയാണ്, ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മുടെ ദേശീയ പതാകയുടെ ആകൃതി എന്ന് പറയുന്നത്, ദേശീയ പതാകയുടെ നിറങ്ങൾ പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടം വരെ പറഞ്ഞത്. ഇനി ദേശീയ പതാകയുടെ ആകൃതി എന്ന് പറയുന്നത് ദീർഘചതുരം കേട്ടോ, ദീർഘചതുരം, വെറും ചതുരമല്ല, ദീർഘചതുരാകൃതി. ഓർത്തിരിക്കുക, ദീർഘചതുരാകൃതിയാണ് എന്തെന്ന് പറയുന്നത്, ആകൃതി എന്ന് പറയുന്നത്. നീളവും വീതിയും, ശ്രദ്ധിച്ചോണേ, നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത്, നോക്കിക്കോണം, കണക്ട് ചെയ്ത് തരാം. നീളം ഇങ്ങനെയല്ലേ എഴുതുന്നത് തിരിച്ചിട്ട് ഇങ്ങനെയാകും. അപ്പൊ 3:2. തിരിഞ്ഞു പോകരുത്. നീളം എവിടെയാണോ ഉള്ളത് അവിടെയേ 3 ഉണ്ടാവുള്ളൂ. അതിനാണ് ഈ കണക്ട് ചെയ്ത് വന്നത്. നിങ്ങൾക്ക് തിരിച്ചു വയ്ക്കാം, വീതിയും നീളവുമാണെന്ന് ചോദിക്കാം. അപ്പൊ നോക്കിയാൽ നിങ്ങൾ നീളം എവിടെ കിടക്കുന്നത്? രണ്ടാമത്. അപ്പൊ 3 ഇങ്ങനെ വരും, 2:3 എന്ന് വരും. ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം. അപ്പൊ വ്യക്തമായ ചോദ്യം വായിച്ചതിന് ശേഷം ഇതിന് ആൻസർ ചെയ്യാവുള്ളൂ. കുഴപ്പിക്കും. നീളവും വീതിയും മാത്രം പഠിച്ചു വെക്കരുത്, കാരണം ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഉടനെ 3:2 എന്ന് പോയേക്കും. നീളവും വീതിയും ആണെങ്കിൽ ഓർക്കുക, നീളം വീതി 3. അപ്പൊ ആദ്യം 3:2 എന്ന് പറഞ്ഞാൽ നീളം എത്രയാണ്? 3 ആണ്, വീതി എന്താണ്? 2 ആണ് എന്നാണ് അർത്ഥം. കിട്ടി? അപ്പൊ 3:2 ആണ് എന്താ? നീളവും വീതിയും നീളവുമാണെങ്കിൽ 2:3 ആണ്. ഓക്കെ, ഇനി ഏറ്റവും ചെറിയ അനുപാതം, ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കുന്ന സാധാരണമായ നീളവും വീതിയും തമ്മിലുള്ള അനുപാതമാണ് ഇതെന്ന് പറയുന്നത്. ഇനി ഏറ്റവും ചെറിയ റേഷ്യോ ഏതാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും ചെറിയ അനുപാതത്തില് ഉണ്ടാക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് 15:10 സെന്റിമീറ്റർ. 15:10 സെന്റിമീറ്റർ അല്ലെങ്കിൽ 150:100 മില്ലിമീറ്റർ. അങ്ങനെയും പറയാലോ. ഓക്കെ, ഇതാണ് നമ്മള് കണ്ടിട്ടില്ലേ, നമ്മള് ടിവിയിലൊക്കെ കാണുമ്പോഴത്തേക്ക് എന്താ, അധികാരികളുടെയൊക്കെ ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന ടേബിൾ ഫ്ലാഗ് എന്ന് പറയും. ഇപ്പൊ ടേബിൾ ഫ്ലാഗിന്റെ അളവാണ് ഇതെന്ന് പറയുന്നത് 15:10 സെന്റിമീറ്റർ അല്ലെങ്കിൽ 150:100 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ചെറിയ അളവാണ് ഇതാണ് ഇതെന്ന് പറയുന്നത് ടേബിൾ ഫ്ലാഗ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും വലിയ ഫ്ലാഗ് ആണെങ്കിൽ 6.3:4:2 6.3:4.2 എന്തുവാ? മീറ്റർ. ഇതാണ് ഏറ്റവും വലിയ പതാകയുടെ അളവ് എന്ന് പറയുന്നത്. ഇങ്ങനെ 9 തരം അളവുകളുണ്ട്. ഇങ്ങനെ ഏറ്റവും ചെറുതു മുതൽ ഏറ്റവും വലുത് വരെ 9 തരം അളവുകളിൽ എന്ത് ചെയ്യാം? ദേശീയ പതാക നിർമ്മിക്കാം എന്ന് എന്തിൽ പറഞ്ഞിരിക്കുന്നു? ഫ്ലാഗ് കോഡിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഫ്ലാഗ് കോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണത്. അപ്പൊ ഫ്ലാഗ് കോഡ് പ്രകാരം, നാഷണൽ ഫ്ലാഗ് കോഡ് പ്രകാരം അല്ലെങ്കിൽ ദേശീയ പതാക നിയമം പ്രകാരം ഇന്ത്യയിൽ എത്ര അളവുകളിൽ എന്ത് നിർമ്മിക്കാം? നാഷണൽ ഫ്ലാഗ് നിർമ്മിക്കാം എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? 9 അളവുകൾ. അതിൽ ഏറ്റവും വലിയ അളവ് ഏതാണെന്ന് വെച്ചാൽ 6.3:4.2 മീറ്റർ. ഏറ്റവും ചെറുത് ചോദിച്ചാൽ 15:10 സെന്റിമീറ്റർ അല്ലെങ്കിൽ 150:100 മില്ലിമീറ്റർ. ഇതാണ് ടേബിൾ ഫ്ലാഗ് ഇത് എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക. ഇനി ഏത് തുണിയിലാണെന്ന് ചോദിച്ചാൽ ഖാദി കേട്ടോ, ഖാദി തുണിയിലാണ് നമ്മൾ എന്ത് നിർമ്മിക്കുന്നത്? ഖാദി തുണിയിലാണ് എന്ത് നിർമ്മിക്കുന്നത്? ദേശീയ പതാക നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ ഏക അംഗീകൃത ദേശീയ പതാക നിർമ്മാണശാല, ഇന്ത്യയിലെ ഏക അംഗീകൃത ദേശീയ പതാക നിർമ്മാണശാല കർണാടകയിലെ ഹുബ്ലി. ശ്രദ്ധിച്ചോണേ, ഹുബ്ലി അല്ല, ഹുബ്ലി കൊൽക്കട്ട, ഹുബ്ലി എന്നാണ്. കർണാടകയിലെ ഹുബ്ലി. അവിടെ ഏതാണ്? ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം. ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ് എന്ത് നിർമ്മിക്കുന്നത്? ഇന്ത്യയിൽ ദേശീയ പതാക നിർമ്മിക്കുന്ന അംഗീകൃത സ്ഥാപനം എന്ന് പറയുന്നത്. നിലവിൽ വന്ന വർഷം 1957 നവംബർ 1.
ഓക്കെ, ഇന്ത്യക്ക് ആദ്യമായി ഒരു പതാക, ഇന്ത്യക്ക് ആദ്യമായി ഒരു പതാക തന്ന വ്യക്തി എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയാണ് സിസ്റ്റർ നിവേദിത. പക്ഷെ ഇത് ഔദ്യോഗികമായിട്ട് നമ്മൾ അംഗീകരിച്ച ആദ്യ പതാകയൊന്നുമല്ല കേട്ടാ. അതിലെ ഒരു ചുവപ്പ് പതാക, അതിനകത്ത് ഒരു മഞ്ഞ നിറത്തിലെ ബോർഡർ, അതിനകത്ത് രണ്ട് താമരകൾ കേട്ടോ. പിന്നെ അതിലുള്ളതാണ് വജ്രചിഹ്നം. ഇത്രയുമായിരുന്നു ആ പതാകയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അതൊന്നും വേണ്ട. നമ്മുടെ അംഗീകൃത പതാക അല്ലെങ്കിൽ ഇന്ത്യയിലെ ദേശീയ പതാക എന്ന നിലയ്ക്ക് പതാക ഉപയോഗിച്ച് തുടങ്ങുന്നത് നമ്മള് സ്വദേശി സമര പ്രക്ഷോഭങ്ങൾ നടക്കുന്ന കാലത്താണ്. ഓക്കെ, ഇപ്പൊ സ്വദേശി പ്രക്ഷോഭങ്ങൾ നടക്കുന്ന കാലത്താണ്. അന്നാണ് ഇന്ത്യക്ക് ദേശീയ പതാക എന്ന നിലയ്ക്ക് നമ്മൾ അംഗീകരിക്കുന്ന ആദ്യമായിട്ടൊരു പതാക വരുന്നത് കേട്ടോ. അപ്പൊ അത് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ പതാക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യ പതാക അതിൽ എന്തൊക്കെയുണ്ടെന്ന് ഇതിൽ നിന്ന് ചോദിച്ചു. ഇന്ത്യയിലെ ആദ്യ പതാകയിൽ ഉണ്ടായിരുന്ന താമരകളുടെ എണ്ണം എന്ന് PSC ഒരു പരീക്ഷയില് ചോദിച്ചിട്ടുണ്ട്. LDC പരീക്ഷയിലാണ് ചോദിച്ചത്. അതുകൊണ്ട് അതൊന്ന് പഠിച്ചു വെച്ചേക്കൂ. എത്രയാണ്? 8 താമര. ഈ 8 താമര എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഇന്ത്യയിലെ 8 ബ്രിട്ടീഷ് പ്രവശ്യകളെ സൂചിപ്പിക്കുന്നതായിരുന്നു 8 താമര എന്ന് പറയുന്നത്. ഒരു അർദ്ധചന്ദ്രൻ ഉണ്ടായിരുന്നു. ഒരു അർദ്ധചന്ദ്രനിലെ ചന്ദ്രക്കല, ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇത് ഹിന്ദു മുസ്ലിം യൂണിറ്റിയെ സൂചിപ്പിക്കുന്നു. പിന്നെ ഇതിലൊരു സൂര്യൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സൂര്യന്റെ ചിഹ്നവും ഇതിലുണ്ടായിരുന്നു. ഈ ആദ്യത്തെ ഫ്ലാഗിൽ ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ എന്തുണ്ടായിരുന്നു? വന്ദേ മാതരം എന്ന് അതിൽ രേഖപ്പെടുത്തിയിരുന്നു. വന്ദേ മാതരം എന്നും രേഖപ്പെടുത്തിയിരുന്നു. ഇതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മള് ഒരു ദേശീയ പതാക എന്ന നിലയ്ക്ക് സ്വദേശി പ്രസ്ഥാന സമയത്ത് കൊണ്ട് നടന്ന പതാകയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനിയും ധാരാളം പതാകകളുണ്ട്. ഹോം റൂളിന്റെ സമയത്ത് വരുന്ന പതാകകൾ അതൊന്നും നമുക്ക് പഠിക്കണം. നമുക്ക് ഇത് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതിൽ നിന്ന് ചോദിച്ച ചോദ്യം ആയതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. 8 താമര അതെന്തിനെ സൂചിപ്പിക്കുന്നു? 8 പ്രവിശ്യകളെ സൂചിപ്പിക്കുന്നു. ഇനി അന്താരാഷ്ട്ര വേദിയിൽ അല്ലെങ്കിൽ വിദേശത്ത് എന്നൊക്കെ ചോദിക്കാം. ഇന്ത്യയിലെ അന്താരാഷ്ട്ര വേദിയിൽ, ഒരു അന്താരാഷ്ട്ര വേദിയില് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വിദേശത്ത് എന്ന് ചോദിക്കാം. അന്താരാഷ്ട്ര വേദിയിൽ അല്ലെങ്കിൽ വിദേശത്ത് കിട്ടി. ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തിയ വ്യക്തി നോക്കിക്കോണേ. ത്രിവർണ പതാക എന്ന് അവിടെ എവിടെയും പറയുന്നില്ല. അന്താരാഷ്ട്ര വേദിയിൽ അല്ലെങ്കിൽ വിദേശത്ത് ഇന്ത്യൻ പതാക, ഒരു ഇന്ത്യൻ പതാക ഏതെങ്കിലും ആയിക്കോട്ടെ, വജ്രസൂര്യമുള്ളതോ ഇതുള്ളതോ ഏതെങ്കിലും ആയിക്കോട്ടെ, ഒരു ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി ഗാമയാണ് എന്ത് ചെയ്തത്? അന്താരാഷ്ട്ര വേദിയിൽ അല്ലെങ്കിൽ വിദേശത്ത് ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തിയത്. എവിടെയാണ് എന്നാണ്? 1907 കണക്ട് ചെയ്ത് ഓർത്തിരിക്കാമല്ലോ. 1905 ബംഗാൾ വിഭജനം, അതിനെ തുടർന്ന് സ്വദേശി പ്രസ്ഥാനങ്ങളൊക്കെ വരുന്നത് അല്ലെ. 1905, 1906 അപ്പൊ ഓർത്തിരിക്കാം, കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. 1907 എന്ന് കിട്ടി. അപ്പോൾ 1907 എവിടെ വെച്ച്? ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ട് എന്നാണ് സ്ഥലത്തിന്റെ പേര് കേട്ടോ. ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിൽ വെച്ച് നടന്ന സോഷ്യലിസ്റ്റ് കോൺഗ്രസിൽ പങ്കെടുക്കുമ്പോഴാണ് മാഡം ഭിക്കാജി കാമ എന്ത് ചെയ്തതാ? ഒരു ഇന്ത്യൻ പതാക, ത്രിവർണ പതാക എന്ന് പറഞ്ഞില്ല, വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഒരു ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തിയത് കിട്ടി. ഇനി അപ്പൊ 1907. ഇനി പറയാനുള്ള ഒരു വർഷം 1929. പ്രത്യേകത, ലാഹോർ സമ്മേളനം, INC-യുടെ ലാഹോർ സമ്മേളനം. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു അല്ലെ എന്ത് പ്രഖ്യാപിച്ചു? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് അല്ലെ. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച
അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. വളരെ പ്രത്യേകതകളുള്ള സമ്മേളനമാണ്. കിട്ടി. ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? ത്രിവർണ പതാക ആദ്യമായി ഉയർത്തി. കേട്ടാ, കോൺഗ്രസ് ത്രിവർണ പതാക, ഇന്ത്യയുടെ ദേശീയ പതാക എന്ന നിലയിൽ ത്രിവർണ പതാക, ഇന്ത്യയുടെ ദേശീയ പതാക എന്ന നിലയിൽ ത്രിവർണ പതാക കോൺഗ്രസ് ആദ്യമായി ഉയർത്തുന്ന 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഉയർത്തിയ വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു. നദി കൂടി പഠിച്ചോണേ. ലാഹോറിലെ നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? ലാഹോറിലെ നദി രവി. അപ്പൊ രവിയുടെ തീരത്താണ് ത്രിവർണ പതാക, ദേശീയ പതാക എന്ന നിലയിൽ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ച് നെഹ്റുവാണ്. എന്നാൽ ത്രിവർണ പതാക ദേശീയ പതാകയായി INC അംഗീകരിച്ചത്, ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി INC അംഗീകരിച്ചത് 1931 കറാച്ചി സമ്മേളനം. അധ്യക്ഷൻ പട്ടേൽ. 1931 കറാച്ചി സമ്മേളനം, അധ്യക്ഷൻ പട്ടേൽ. ഒരുപാട് പ്രത്യേകതകളാണ്. 1931 പട്ടേൽ അധ്യക്ഷനായിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ മൗലികാവകാശങ്ങളെ കുറിച്ചിട്ട് INC ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സർദാർ വല്ലഭായ് പട്ടേലിനെ മൗലികാവകാശങ്ങളുടെ പിതാവ് എന്ന് വിളിച്ചത്. 1931 കറാച്ചി സമ്മേളനത്തിലാണ് ബ്രിട്ടന്റെ ഇന്ത്യ വിരുദ്ധ നയങ്ങളും അല്ലെങ്കിൽ ബ്രിട്ടന്റെ സാമ്പത്തിക ചൂഷണവും ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന്റെ പ്രതിസന്ധികളെയും കുറിച്ച് ആദ്യമായി ചർച്ച ചെയ്ത കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് 1931 എന്തെന്ന് പറയുന്നത്, കറാച്ചി സമ്മേളനം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. അപ്പോൾ 1931 കറാച്ചി സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കോൺഗ്രസ്, INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തത്? നമ്മുടെ ത്രിവർണ പതാകയെ, ദേശീയ പതാകയെ അംഗീകരിച്ചത്. അപ്പോൾ മധ്യത്തിലുള്ളത് ഏതായിരുന്നു? ചർക്ക. നേരത്തെ പറഞ്ഞതാണ് കേട്ടോ. മധ്യത്തിലുള്ള എന്താണ്? ചർക്കയാണ്. അത് ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? ഗാന്ധിജിയാണ്. ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിന്റെയും ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിന്റെയും തന്നെ ആശ്രയിക്കുക കേട്ടോ. അതുപോലെ തന്നെ വിദേശാധിപത്യത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ചിഹ്നമായിരുന്നു എന്തെന്ന് പറയുന്നത്? ചർക്ക എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ 1907 പറഞ്ഞു, 29 പറഞ്ഞു, 31 പറഞ്ഞു. ഓക്കെ. ഇനി പറയാനുള്ള വർഷം എന്ന് പറയുന്നത് 1971 ഡിസംബർ 23 ആണ്. 1971 ഡിസംബർ 23. എന്താണ് പ്രത്യേകത? പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട്. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത് 1971 ഡിസംബർ 23. 1971 ഡിസംബർ 23 പാസ്സാക്കുന്നത്. ഓക്കെ. എന്താണ്? ദേശീയ പതാകയൊക്കെ നിന്ദിച്ചു കഴിഞ്ഞാൽ, അവഹേളിച്ചു കഴിഞ്ഞാൽ ശിക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്താണ്? പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്. എന്തിനെ? ടു നാഷണൽ ഓണർ. ഓണർ കിട്ടി. ഇത് നിലവിൽ വന്ന എന്നാണ്? 1971 ഡിസംബർ 23. ഇന്ത്യൻ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947. ഇതെന്താ പറഞ്ഞത്? 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ദേശീയ പതാകയെ പറ്റി പറയാനുള്ളത്. ഓർത്തിരിക്കുക. നമുക്കിനി ദേശീയ മുദ്ര നോക്കാം കേട്ടോ. ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര. സിംഹമുദ്ര. ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാണ്? സിംഹമുദ്രയാണ്. ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിച്ചത് ഇന്ത്യ എന്നാണോ റിപ്പബ്ലിക് ആയത് അന്ന് തന്നെയാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ട് സീല് വെക്കാനായിട്ട് നോക്കിയപ്പോഴാണ് മുദ്രയില്ലെന്ന് മനസ്സിലായി. അപ്പൊ തന്നെ നമ്മൾ എന്തുണ്ടാക്കി? മുദ്ര ഉണ്ടാക്കി. ഓർത്തിരിക്കുക. 1950 ജനുവരി 26 ദേശീയ മുദ്ര അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ നിലവിൽ വരുന്നത് 1950 ജനുവരി 26 ഓർത്തിരിക്കുക. സിംഹമുദ്ര എടുത്തിട്ടുള്ളത് അശോക സ്തംഭത്തിൽ നിന്നാണ്. എവിടെ നിന്നാണ്? അശോക സ്തംഭത്തിൽ നിന്നാണ്. അശോക സ്തംഭം എവിടെയാണ്? യുപിയിലെ സാരാനാഥ് കേട്ടോ. യുപിയിലെ സാരാനാഥ് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്തുണ്ടായിരുന്നത്?
അശോകസ്തംഭം ഉണ്ടായിരുന്നത്? അശോകസ്തംഭം പണി കഴിപ്പിച്ചതാരാണ്? അശോക ചക്രവർത്തി. അശോക ചക്രവർത്തി അല്ലെ? ബുദ്ധമതത്തിന്റെ കോൺസ്റ്റന്റൈൻ എന്നറിയപ്പെടുന്ന ആളാണ് അശോക ചക്രവർത്തി. അദ്ദേഹമാണ് അശോക സ്തംഭം സ്ഥാപിച്ചത് സാരാനാഥില്. കേട്ടോ, യുപിയിലെ ഡീർ പാർക്കിലാണ് എന്തെന്ന് പറയുന്നത് സാരാനാഥ് അശോക സ്തംഭം ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ എന്ത് എടുത്തത്? സിംഹമുദ്ര എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്തൊക്കെ മൃഗങ്ങളുണ്ട്? അപ്പൊ സിംഹമുദ്രയാണ്. ഓൾറെഡി എന്ത് കാണും? സിംഹങ്ങൾ കാണും. എത്ര സിംഹം? 4 സിംഹം. നമ്മൾ സാധാരണ സിംഹമുദ്ര നമ്മൾ കാണുന്നത് അല്ലെ, ഒരു ചിത്രം എന്ന് പറയുന്ന ഒറ്റ പ്ലെയിൻ ആയതുകൊണ്ട് നമുക്ക് എന്താ കാണത്തുള്ളൂ? മുകളിലെ ഒരു സിംഹത്തിനെ കാണാൻ പറ്റും, സൈഡിലെ 2 സിംഹങ്ങളെയും കാണാൻ പറ്റും, പുറകിൽ ഒരു സിംഹം കൂടിയുണ്ട്. കേട്ടോ, അപ്പൊ അങ്ങനെ മൊത്തം എത്ര സിംഹം? 4 സിംഹമുണ്ട്. പിന്നെ ആരൊക്കെയുണ്ട്? ഒരു കാള, ഒരു കുതിര, ഒരു ആന. ആരൊക്കെയുണ്ട്? ഒരു കാളയുണ്ട്, ഒരു കുതിരയുണ്ട്, ഒരു ആനയുണ്ട്. നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് കുതിരയും കാളയും മാത്രമേ ഉള്ളൂ. അത് 2 ഉള്ളെന്ന് പറഞ്ഞിരിക്കുന്നത് പുറകു കൂടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ആനയുണ്ടെന്ന് ഓർത്തിരിക്കാം. അപ്പൊ കാള, കുതിര, ആന. ഇനി ഇവിടെ നിന്നിട്ട് കൺഫ്യൂസിങ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു കാര്യമാണ് വലതു ഭാഗത്താര്, ഇടതു ഭാഗത്താര്. നമ്മൾ കാണുന്ന ദൃശ്യമുണ്ടല്ലോ, കാണുന്ന ദൃശ്യത്തിന്റെ എന്താണ്? വലതു ഭാഗത്ത് ആരാ? നിങ്ങൾ വലതു കാലെന്ന് ഓർത്താ മതി. എന്താ? വലതു കാൽ ഓർക്കാലോ, സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാലോ. അപ്പൊ ഓർത്തിരിക്കുക, സിംഹമുദ്രയുടെ വലതു കാലെന്ന് ഓർത്തിരിക്കുക. സിംഹമുദ്രയുടെ വലതുകാൽ എന്ന് പറഞ്ഞാൽ എന്താ? സിംഹമുദ്രയുടെ താഴെ അശോക ചക്രത്തിന്റെ വലതു ഭാഗത്ത് ആരാണെന്ന് ചോദിച്ചാൽ വലതുകാൽ. അപ്പൊ ആരായിരിക്കും? കാള. ഇടതു ഭാഗത്ത് കുതിര. കിട്ടി? നമ്മൾ കാണത്തില്ലേ, നമ്മൾ കാണുന്ന അശോക സ്തംഭം ഇല്ലെങ്കിൽ സിംഹമുദ്ര അല്ലെ, ഇവിടെ ഒരു അശോക ചക്രം കാണും. കിട്ടി? അതിന്റെ വലതു ഭാഗത്ത് എന്താണ്? കാള കാണും, ഇടതു ഭാഗത്ത് കുതിര കാണും. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വലതു ഭാഗത്ത് ഓർത്തിരിക്കുക, വലതുകാൽ കാളയാണ്, ഇടതു ഭാഗത്ത് കുതിരയാണെന്ന് ഓർക്കുക. പിന്നെ പുറകിൽ ആരുണ്ട്? ആനയുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ ഒരു വാചകം എഴുതിയിട്ടുണ്ട്. താഴെ എഴുതിയിരിക്കുന്ന വാചകം എന്താണ്? സത്യം ഏവ ജയതേ. സത്യമേവ ജയതേ. എഴുതിയിരിക്കുന്ന ലിപി ദേവനാഗരി. ദേവനാഗരി ലിപിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സത്യമേവ ജയതേ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് എടുത്തിരിക്കുന്നത് മുണ്ഡകോപനിഷത്തിൽ നിന്നാണ്. ഏതിൽ നിന്നാണ്? മുണ്ഡകോപനിഷത്ത്. ഏറ്റവും വലിയ ഉപനിഷത്ത് ബൃഹദാരണ്യകോപനിഷത്താണ്. ഏറ്റവും ചെറുത് ഈശവാസ്യോപനിഷത്താണ്. ഇതേതാണ്? മുണ്ഡകോപനിഷത്ത്. കേട്ടോ, മുണ്ഡകോപനിഷത്തിൽ നിന്നാണ് എന്തെടുത്തിട്ടുള്ളത്? നമ്മുടെ സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിട്ടുള്ളത്. ഇനി ഈ സിംഹമുദ്ര ഇപ്പോൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? അതായത് ഏത്? അശോകൻ ചക്രവർത്തി നിർമ്മിച്ച അശോക സ്തംഭത്തിലെ സിംഹമുദ്ര ഉണ്ടല്ലോ. ഈ സിംഹമുദ്ര ഇപ്പോൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് വെച്ചാൽ സാരാനാഥ് മ്യൂസിയം, ഉത്തർപ്രദേശിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇതിപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട്, ഇന്ത്യൻ കറൻസി, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഔദ്യോഗിക പേപ്പറുകൾ, ഇവയിലൊക്കെ ഉള്ളത് ഏതാണ്? സിംഹമുദ്രയാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, അപ്പൊ നിലവിൽ വന്ന വർഷം ഇമ്പോർട്ടന്റ് പഠിച്ചിരിക്കുക. 1950 ജനുവരി 26 സാരാനാഥ് അശോക സ്തംഭം. ഓർത്തിരിക്കുക, വലത് ഏതാണ്? കാളയാണെന്ന് ഓർത്തിരിക്കുക. 4 സിംഹമുണ്ട്. സത്യമേവ ജയതേ ഓർത്തിരിക്കുക. ലിപി ഓർത്തിരിക്കുക, ദേവനാഗരി. മുണ്ഡകോപനിഷത്തും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ദേശീയ ഗാനവും ഗീതവും മറ്റനുബന്ധ വിവരങ്ങളുമായിട്ട് നോക്കാം. അപ്പൊ ദേശീയ ഭാഷ, അതുപോലെ തന്നെ ദേശീയ കലണ്ടർ ഒക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ആക്കുക. പുതിയ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എളുപ്പം എത്തുന്നതായിരിക്കും. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. താങ്ക് യു.